ഹലോ. അപ്പോൾ കുറച്ച് ദിവസമായില്ലേ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട്. ഇതായിരുന്നു കേട്ടോ കാര്യം. കേശു ഹോസ്പിറ്റലിലായിരുന്നേ. കേശു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പോയപ്പോഴത്തേക്ക് ഇതേ അവൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു അവിടെ. രണ്ടുപേരും പനിയും വോമിറ്റിങ്ങൊക്കെ ആയിട്ട് വന്നതായിരുന്നു. ഉച്ചയ്ക്ക് പിന്നെ അവനെ കഞ്ഞി വേണമെന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിലെ ക്യാൻറ്റീനിൽ നിന്ന് തന്നെ കഞ്ഞിയും പയറും അച്ചാറും വാങ്ങിക്കൊടുത്തേട്ടാ. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഒരു കോഫി ഒരു സ്നാക്സും ആയിട്ടാണ് കഴിച്ചത്, വേറെ ഒന്നും കഴിച്ചില്ല. അരുൺചേട്ടന് ഒരു കോഫി മാത്രമേ കഴിച്ചുള്ളൂമായിരുന്നു. പിന്നെ കേശുവിനെ അഡ്മിറ്റാക്കാൻ കൊണ്ടുപോയപ്പോഴത്തേക്കും അവനെ ഒബ്സർവേഷനിലാട്ടോ ആദ്യം കൊണ്ടുപോയത്. അവിടെ ചെന്ന് ക്യാനിലിട്ടപ്പോഴത്തേക്ക് കേശു കുറച്ച് കരച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ അവൻ്റെ കരച്ചിൽ മാറ്റാനായിട്ട് ഞാൻ കുറച്ച് നേരം അവൻ്റെ അടുത്ത് കളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു. അവൻ എന്തൊക്കെ വേണമെന്നുള്ള കാര്യങ്ങളാട്ടോ പറയണേ. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഉടനെ അവന് ഐസ്ക്രീം വേണം, ഹാർഡ് പോപ്പ് വേണം എന്നൊക്കെ പറഞ്ഞ് പിന്നെ പാവൻ്റെ മുഖം കിടന്ന് കുറച്ച് നേരം ഉറങ്ങി. ഞാനാണെങ്കിൽ AC-യുടെ തൊട്ട് താഴെയായിരുന്നു കേട്ടോ ഇരുന്നത്. എനിക്കാണെങ്കിൽ തണുത്തിട്ട് വയ്യായിരുന്നു. എത്രയും പെട്ടെന്ന് അതിനകത്തുനിന്ന് പുറത്തിറങ്ങിയാൽ മതിയെന്നായിരുന്നു. ഉച്ചയായപ്പോഴത്തേക്ക് കേശുവിന് റൂം റെഡിയായിട്ട് അങ്ങനെ ഞാൻ കേശുവിനെ എടുത്ത് റൂമിലോട്ട് പോയി. വീൽ ചെയറിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ അവൻ നല്ല ഉറക്കമായതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ എടുത്തോളാം. ഉറക്കത്തിൽ പിന്നെ അവൻ ഉണന്നാൽ പിന്നെ കരയും. അവിടെ കൊണ്ടുവന്ന് കിടത്തിയപ്പോഴത്തേക്ക് അവൻ ഉണർന്നു കേട്ടോ. പക്ഷേ നല്ല ക്ഷീണമുള്ളതുകൊണ്ട് അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് ആൾ ഓക്കെ ആയി. ഇതേ ബുക്സൊക്കെ എടുത്തുകൊണ്ട് വന്ന് കുറച്ച് ഡ്രോയിങ്ങൊക്കെ ആയിരുന്നു അവിടെ. അവന് സമയം പോകണ്ടേ, അവിടെ ഇരുന്ന് ബോറടിയായിരുന്നു. വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ്. പിന്നെ ഞാൻ നമ്മുടെ റൂമിൽ നിന്ന് നോക്കിയാൽ ഈ എയർപോർട്ട് നന്നായിട്ട് കാണാമായിരുന്നേ, ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ട്. അങ്ങനെ ഞാൻ അവനത് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവൻ പറയണേ ഇന്ത്യയാണ്, കൊടി കണ്ട ഉടനെ പറയണേ ഇന്ത്യയാണ്. പിന്നെ പിറ്റേന്ന് ഡോക്ടർ വന്നപ്പോൾ തന്നെ നമ്മൾ ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല കുറവുണ്ടായിരുന്നു അവന്. അപ്പം ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്കത്തെ ഫുഡും കൂടി കഴിച്ചിട്ട് എന്തായാലും ബില്ലൊക്കെ റെഡിയാകുമ്പോൾ ഉച്ചയാവുമല്ലോ എന്ന് ഓർത്തു. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് നല്ല സൂപ്പർ ഫുഡായിരുന്നു. അപ്പോഴേക്കും ബില്ല് റെഡിയായി കേട്ടോ. ബില്ലടയ്ക്കാൻ പോയപ്പോൾ കേശു പറഞ്ഞ അമ്മ ഞാനും വരുന്നത്. പിന്നെ ഞാനും അവനും കൂടെ പോയി ബില്ലടച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അല്ല ചേട്ടൻ വന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. ബൈ.